നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായി. ബിഗ് ബോസ് സീസൺ 6മായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ മണ്ണിലാണ് ഇത്തവണത്തെ സീസൺ 6ന് ആവേശകരമായ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൽ പ്രേക്ഷകർക്ക് പരിചിതരായവരും അല്ലാത്തവരുമുണ്ട്. 10 വനിതാ മത്സരാർത്ഥികൾ, ഒരു ട്രാൻസ് മത്സരാർത്ഥി, 8 പുരുഷ മത്സരാർത്ഥി എന്നിവരാണ് 100 ദിവസത്തെ മത്സരത്തിനായി കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 10,000-ഓളം എൻട്രികളിൽ നിന്നും 2 കോമണറെയാണ് ഇത്തവണ ഷോയിൽ എടുത്തിരിക്കുന്നത്. 2 കോമണർ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ 19 മത്സരാർത്ഥികളാണ് ആദ്യ ദിനം ഷോയുടെ അവതാരകനായ മോഹൻലാൽ വീടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനുമായി എത്തിയിരിക്കുന്ന സീസൺ 6ൽ വരും വാരങ്ങളിൽ എന്തൊക്കെ ആവേശകരമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഷോയുടെ ആരാധകർ. ഇനി എത്തിയിരിക്കുന്ന ആ 19 മത്സരാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതയായ അൻസിബ ഹസനാണ് ആദ്യ മത്സരാർത്ഥി. ദൃശ്യം എന്ന ഒരൊറ്റ സിനിമയിൽ കൂടി മോഹൻലാലിന്റെ മകളായി എത്തിയ അൻസിബയെ മകളെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ക്ഷണിച്ചത്. അഭിമാനം കൂടുതലുള്ളത് കൊണ്ട് ആരുടെയും മുന്നിൽ കരയില്ല. റിയൽ അൻസിബയെ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. അത് തനിക്കും പുറത്തുള്ളവർക്കും കണ്ടുപിടിക്കാനുള്ള അവസരമാണിതെന്നും പറഞ്ഞുകൊണ്ടാണ് അൻസിബ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അടുത്തത് യമുന റാണി. മലയാളത്തിലെ TV പ്രേക്ഷകർക്ക് മുഖവരിയുടെ ആവശ്യമില്ലാത്ത താരമാണ് യമുന റാണി. ഒരു കാലത്ത് സിനിമ സീരിയൽ നിറഞ്ഞു നിന്ന താരത്തിന്റെ സിനിമാ വേഷങ്ങൾ വളരെ ശ്രദ്ധേയവുമാണ്. മീശമാധവൻ, പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ സിനിമകളിലും യമുന റാണി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സീരിയൽ രംഗത്തെ വേഷത്തിനപ്പുറം അടുത്തിടെ യമുന 2ാം വിവാഹം നടത്തിയത് ഏറെ വിവാദങ്ങൾ നിറഞ്ഞിരുന്നു. സെക്കൻഡ് മാരേജ് റിസ്ക് തന്നെയാണ്. ഒരുപാട് കെയർഫുൾ ആയിരിക്കേണ്ടതും ഹാൻഡിൽ ചെയ്യേണ്ട മേഖല തന്നെ. കാരണം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാണ് കേടെന്നും യമുന പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അടുത്തയാൾ ജിൻഡോ. പേര് കേട്ട സെലിബ്രിറ്റി, ഫിറ്റ്നസ് ട്രെയിനർ. IPS ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ മാർഗനിർദ്ദേശിയാണ് ജിൻഡോ. മോഡൽ എന്ന നിലയിലും തിളങ്ങിയിട്ടുണ്ട് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിൽ താരങ്ങൾ അടക്കം നിരവധി പേരാണ് പരിശീലനം നടത്തുന്നത്. ഋഷി എസ് കുമാർ എന്ന യഥാർത്ഥ പേര് കേട്ടാൽ ഒരുപക്ഷെ ആർക്കും മനസ്സിലാകില്ല. മുടിയൻ എന്ന് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. അതെ, ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ അഭിനേതാവ് ഋഷി സീസൺ 6ലെ ഒരു മത്സരാർത്ഥിയാണ്. നർത്തകൻ എന്ന നിലയിലും പേരെടുത്തതിന് ശേഷമാണ് ഋഷി അഭിനയത്തിൽ കടക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഉപ്പും മുളകിനെ കുറിച്ച് ഋഷി നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പേർക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ. ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയായിരുന്നു ജാസ്മിൻ താരമായി മാറിയത്. സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും 1/2 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമും ജാസ്മിനുണ്ട്. കൂടാതെ അടുത്തിടെ മറ്റൊരു ഇൻഫ്ലുവൻസറുമായി ഉണ്ടായ ജാസ്മിന്റെ തർക്കം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. സിജോ ജോൺസൺ. സോഷ്യൽ മീഡിയയിൽ അതാത് സമയങ്ങളിൽ ലൈവായി നിൽക്കുന്ന വിവിധ വിഷയങ്ങളിലെ റിയാക്ഷൻ വീഡിയോകളിലൂടെ സിജോയെ നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടാകും. പല ബിസിനസ്സിലും ഭാഗ്യം പരീക്ഷിച്ച് കൈപൊള്ളിയിട്ടുള്ള സിജോ കോവിഡ് കാലത്താണ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയതും ജനപ്രിയ നേടിയതും. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ എത്തുന്ന ആളാണ് ജാൻ മോണി ദാസ്. വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഗുവാഹത്തിയിൽ ജനിച്ച ജാൻ മോണി ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രശസ്തയായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ്. പിന്നീട് കുടുംബവിളക്കിലെ വേദികയായ ശരണ്യയും, അമ്മയറിയാതിലെ അലീന ടീച്ചർ ശ്രീതുവും, സ്വാതന്ത്ര്യത്തിലെ ജയന്തി അപ്സരയും എല്ലാം പ്രേക്ഷക സ്വീകാര്യത നേടാൻ എത്തിക്കഴിഞ്ഞു. റേഡിയോ ജോക്കിയായ ഗബ്രി ജോസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ട്രാവലർ, മോഡൽ എന്നീ നിലകളിൽ തിളങ്ങിയ നോറ മുസ്കാൻ, 2020ലെ മിസ്റ്റർ കേരള അർജുൻ ശ്യാം ഗോപൻ, ഭ്രമരം എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് മേനോൻ, ടെലിവിഷൻ അവതാരകൻ, ഗായകൻ, നടൻ തുടങ്ങിയ വിശേഷങ്ങൾക്ക് പുറമെ മിമിക്രി കലാകാരൻ കൂടിയായ രതീഷ് കുമാർ, കോമണർ മത്സരാർത്ഥികളായ നിഷാന N, റസ്മിൻ ഭായ് എന്നിവരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് അടക്കി വാഴാൻ പോകുന്ന 19 പേര്. ആര് വാഴും, ആരൊക്കെ തഴയും, ആരൊക്കെ കാലുവാരും എന്നൊക്കെ ഇനി കളി കണ്ടു തന്നെ അറിയണം.